എന്റെ ബുദ്ധിക്ക് സ്ഥിരതയുള്ളിടത്തോളം കാലം ഞാൻ ഓർത്തെടുത്തുകൊണ്ടേയിരിക്കും. പക്ഷേ നിന്നോട് ഗൗതം കാണിച്ചതോ ഗുണ്ടകളെ വെച്ചല്ലേ അവൻ നിന്നെ നേരിട്ടത്. പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിട്ട് നാലാന്തര ആൾക്കാരെ കാവലിരുത്തി അവരുടെ തൊഴിയും ചവിട്ടും കൂടെ കൊള്ളിച്ചില്ലേ. എടാ, അതൊക്കെ നിനക്ക് മറക്കാൻ പറ്റുമോ? എന്തായാലും നീ രക്ഷപ്പെട്ടു വന്നല്ലോ, അതൊരു മഹാഭാഗ്യമെന്നേ ഞാൻ പറയും. നീ ഇപ്പൊ ജീവനോടെ നിൽക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാ ഞാനും ആന്റി അനുഭവിച്ചത് ഒരേ ശിക്ഷ തന്നെയാ, തടവ് ശിക്ഷ. ഞാൻ പുറത്തൊരു ഗോഡൌണിലും ആന്റി വീട്ടു തടങ്കലും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവരുടെ ലക്ഷ്യം രണ്ടിലും ഒന്ന് തന്നെയാ. സ്വത്തുക്കളുടെ അവകാശിയുടെ സ്ഥാനത്ത് ഞാൻ. ഒന്ന് പിടിമുറുക്കി കഴിഞ്ഞാൽ സർവ്വ അധികാരവും കയ്യിലൊതുക്കാൻ കരുത്തുമായിട്ട് ആന്റിയും. സ്വത്തും അധികാരവും അതിനെയാണ് അവർ പൂട്ടാൻ ശ്രമിച്ചത്. ഇതുകൊണ്ടൊക്കെ നമ്മളെ തോൽപ്പിക്കാൻ പറ്റുമെന്നാണോ അവർ കരുതിയേക്കുന്നത്? ആന്റി, ഇതിന് ചുട്ട മറുപടി നമ്മൾ കൊടുത്തിരിക്കണം. അതിന് പറ്റുമോ? പറ്റുമോ എന്നൊരു ചോദ്യം ഇല്ല ശിവാനി. ഏട്ടത്തിയെ ആരിളക്കി വിട്ടതായാലും അവർക്കെല്ലാം ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിപ്പാടായി ഞാൻ ഇതിന്റെ പ്രതികാരം ചെയ്തിരിക്കും. ആന്റിയുടെ വഴിക്ക് നീങ്ങിക്കോ. ഞാന് എന്റെ വഴിക്ക് നീങ്ങി കഴിഞ്ഞു. ഒട്ടും വൈകാതെ എല്ലാ സ്വത്തുക്കളുടെ അവകാശം ഞാനാണെന്ന് കോടതിയിൽ തെളിയിക്കും. ഗൗതമന് ഭാര്യയും കൂട്ടി വെറും കൈയോടെ ഇറങ്ങേണ്ടി വരും ഈശ്വരമംഗലത്ത് നിന്ന്. എന്നാണെന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് വെറുതെ അല്ല. ഇതൊരു സിവിൽ കേസാണ്. ഇതിന്റെ വിസ്താരം കഴിഞ്ഞ് ഒരു വിധിയും അതിന്റെ മേൽ ഹൈക്കോടതി, സുപ്രീം കോടതി തുടങ്ങിയുള്ള മേൽക്കോടതികളിലെ അപ്പീലും കഴിഞ്ഞ് തീർപ്പാക്കി വരുമ്പോഴേ നിന്റെ ഷഷ്ടിപൂർത്തി എത്തും പ്രണവേ. നിയമപരമായി നീങ്ങുന്നത് ഒരു വിഡിത്തമാ. ഇപ്പൊ അനുഭവിക്കാനുള്ളത് ഇപ്പൊ അനുഭവിക്കണം. വയസ്സാം കാലത്ത് കോടതി വിധിയിലൂടെ അവകാശം നേടിയെടുത്തിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു വഴിയാ. കോടതി വ്യവഹാരത്തിലേക്ക് പോകാതെ എല്ലാം ഗൗതമായി തന്നെ എഴുതി തരുന്ന ഒരു ഡീല്. അതാവുമ്പോ പെട്ടെന്ന് കാര്യവും നടക്കും. ഒരു ചർച്ച ഞാൻ കേട്ടായിരുന്നു. പ്രണവ് തനിച്ച് ഈശ്വരമംഗലത്തേക്ക് മടങ്ങി വന്നാൽ സ്വത്തുക്കൾ മുഴുവൻ നിന്റെ പേരിലേക്ക് എഴുതി തരുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്നും അതിനുശേഷം ശിവാനിയുടെ കാര്യത്തില് ഒരു തീരുമാനമെടുക്കാമെന്നുമുള്ള ആലോചന. ശുദ്ധ തട്ടിപ്പാണാന്റിയത്. പ്രണവിനെ എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്ക് വിളിച്ചോട്ട് പോണം. എന്നിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് ഞങ്ങളെ രണ്ട് വഴിക്കാക്കണം. എന്നിട്ട് പ്രണവിനെ പഴയതുപോലെ അവിടെ ഇട്ട് അടിമപ്പണി ചെയ്യിക്കാലോ. ഈ ഐഡിയ നിധി ഇവളുടെ അമ്മ വഴി ഞങ്ങളെ അറിയിച്ചതാ. ഞാൻ അപ്പൊ തന്നെ നോ പറയുകയും ചെയ്തു. അത് മാത്രമല്ല ആന്റി, അങ്ങനെ ഒരു കീഴടങ്ങലെ ഞാൻ സമ്മതിച്ച വല്ല നക്കാപ്പിച്ചേൻ തന്നിട്ട് എന്നെ ഒതുക്കാമെന്നാണ് ഗൗതവും നിധിയും ചിന്തിക്കുന്നത്. അതിന് ഞാൻ എന്തിനു വഴങ്ങണം? എന്റെ വക്കീല് നിസാരക്കാരനൊന്നും അല്ല, അഡ്വക്കേറ്റ് ഓം പ്രകാശ്, സുപ്രീം കോടതി വക്കീല. കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു സിവിൽ കേസിന്റെ നൂലാമാലകളിലേക്കൊന്നും പോവാതെ ഒരു തീർപ്പുണ്ടാക്കി തരാന്ന് വക്കീല് സമ്മതിച്ചിട്ടുമുണ്ട്. ആന്റി, ഈ വിവരം പാർവതി ആന്റിക്കും നിധിക്കും ഗൗതമനൊക്കെ അറിയാം ആന്റി. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ കോംപ്രമൈസിന്റെ അടവായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് ശരി. അപ്പൊ അങ്ങനൊരു തന്ത്രം ഉള്ളിലല്ലേ? വേണ്ട, ഒരു കാരണവശാലും നീ ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു വരരുത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. CKC തെരഞ്ഞു നടക്കുന്നൊരു കക്ഷിയുണ്ട്. നിധിയാണ് അവളെ സംരക്ഷിച്ചു പിടിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടില് വേലക്കാരിയായിട്ട് നിന്ന നിർമ്മലയുടെ കാര്യമാണ് ആന്റി പറയുന്നത്. ആ, അവളുടെ കാര്യം തന്നെയാ. പക്ഷേ അവളിപ്പോ വേലക്കാരിയല്ല, വീട്ടുകാരിയാ. വീട്ടുകാരിയുടെ സ്ഥാനം നൽകി ആദരിച്ച് ഗൗതമും നിധിയും ഏട്ടത്തിയും ചേർന്ന് ഈശ്വരമംഗലത്ത് തന്നെ വാഴിക്കാം അവളെ ഇപ്പോ. ആ നിർമ്മല ഇപ്പോ ഈശ്വരമംഗലത്തുണ്ടോ? അതേന്നെ, വിട്ടുകളയണ്ട. ഇന്ന് തന്നെ CKCയെ വിവരം അറിയിച്ചേക്ക്. സംശയമുണ്ട് ആ കാര്യത്തില്.
നിർമ്മലയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തോളാം. നിധിയുടെ പക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും നമ്മുടെ ശത്രുക്കളാ.